ഈ സമയത്തൊക്കെ നമുക്ക് ആകെ പൂർണ്ണമായിട്ടുള്ളൊരു ധൈര്യം. ഈ ഹരിയേട്ടൻ്റെ സംഗതി നമ്മൾ ഇതൊക്കെ കരിക്കും നടക്കുമ്പോൾ വരണമല്ലോ. ആ സമയത്ത് അവിടെ വരികയും നമ്മുടെ സ്വയംസേവരുടെ കൂടെയൊക്കെ താമസിക്കും. ആ സമയത്ത് ഹരിയേട്ടൻ്റെ ഒരു പിന്തുണ വളരെ ശക്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിന് ആശ്വാസം തരാൻ. രാത്രി നമ്മളൊരു ദിവസം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം തോന്നിയ രാത്രി ഫോൺ വരികയാണ്, ഇന്ന സ്ഥലത്ത് ആക്കണം നടന്നു, നാളെ കൊല ചെയ്യുന്നൊക്കെ ഉണ്ട്. മാർക്സിസ്റ്റുകാർ ഈ തരത്തിലുള്ള അക്രമം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ സമയം, പോലീസ് വീടുകളിൽ വരും, അവിടെ ആണുങ്ങളുണ്ടോ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വരും. പോലീസ് പോയി കഴിഞ്ഞാലും മാർക്സിസ്റ്റുകാർ വരും, വീടുകളിൽ വരിക, അവരുടെ വീടുകളിൽ സാധനങ്ങൾ നശിപ്പിക്കുക, ചട്ടികലൊക്കെ എടുത്ത് നശിപ്പിക്കുക, അതേപോലെ തന്നെ അവിടുത്തെ കൃഷി നശിപ്പിക്കുക, തെങ്ങിൻ്റെ തലവിട്ട് വാഴ മുട്ടിക്കുക, മൃഗങ്ങളെ വെട്ടി വീർപ്പിക്കുക, ഈ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ശാഖകൾ പോലും നടത്താൻ പ്രശ്നമാണ്. ഞാനൊരു 10-15 ദിവസം തലശ്ശേരിയിൽ തന്നെ താമസിച്ചു. ഓരോ ഗ്രാമത്തിലും പോകും. ആ ഗ്രാമത്തിൽ നമ്മുടെ അവിടെയുള്ള ബാക്കിയുള്ള സ്വയംസേവനെ കൂട്ടി ഒരു സ്വയംസേവന വേറെ സ്വയംസേവൻ്റെ വീട്ടിൽ പോകും, ഒരു വീട്ടുകാരെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരു വൈകുന്നേരം വരെ നമ്മൾ വൈകുന്നേരം ശാഖ നടത്തും. അവരോട് നമ്മൾ പറയും, ഈ ശാഖ നിർത്താനാണ് ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങൾ ശാഖ നിർത്തിക്കഴിഞ്ഞാൽ അവർ ജയിച്ച് നമ്മൾ പരാജയപ്പെട്ടു വരും. ശാഖകൾ നിർത്തരുത്. വന്നാൽ പിന്നെ നേരിടാണ്. കാരണം അവിടെ ശാഖയുടെ നേരെ ആദ്യം ആവശ്യയുടെ പാൻഡയിൽ ചന്ദ്രൻ എന്നുള്ള ആൾ, അയാളുടെ അച്ഛൻ മാർക്സിസ്റ്റുകാരനാണ്. ഇയാൾ കോളേജ് വിദ്യാർത്ഥികൾ കൂടി ശാഖ വന്നു തുടങ്ങി. ആ സമയത്താണ് മാർക്സിസ്റ്റുകാർ ഇയാളുടെ അച്ഛനോട് പറയുന്നത്, കല്ലുവെട്ടി തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി മറ്റാണ്, മകനെ ശാഖയിലയക്കരുത്. അദ്ദേഹം അയാൾ ചെറുപ്പക്കാരൻ യുവാവായില്ലേ, അവനവൻ്റെ ഇഷ്ടാനുസരിച്ച് എൻ്റെ കുട്ടികൾ ഞാനെന്തിനും തടയാൻ പോകുന്നു. ആ സ്ഥലത്ത് ശാഖ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചന്ദ്രനെയാണ് അവർ കൊല ചെയ്തത്, അവരുടെ സ്വന്തം പാർട്ടിയുടെ ആൾ. ഈ തരത്തിലാണ് അവിടുത്തെ ശാഖകൾ നടന്നിരുന്നത്. എൻ്റെ പേഴ്സണലാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിലും കയറിയുണ്ട്. ഓരോ വീട്ടിലും മുമ്പോ എന്തൊക്കെ വിഷമാണെങ്കിലും ചായക്ക് ക്ഷണിക്കും, ചായ കുടിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചായ കുടിച്ച് നോക്കുമ്പോൾ ഇന്നൊരു 30-40 ചായ ആയിട്ടുണ്ട്. നമ്മുടെ വയറാകെ തകരാറായി. പിന്നെ അന്ന് ഞാൻ നിർത്തി. ചായ വേണ്ടാന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് വിഷമാണ്, ചായ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ വിഷമമില്ല. അതുകൊണ്ട് അന്ന് ചായ നിർത്തി, പിന്നെ ചായ കുടിയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ണൂർ ഭാഗത്തെ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിന് അവരുടെ പെണ്ണിൻ്റെ വീട് തെലുങ്കേരിയാണ്. അവരുടെ സ്ഥലം കിഴക്കൻ ഭാഗത്ത് കർണാടക അതിർത്തിയിലാണ്. അവർ വന്നിരിക്കുകയാണ്. ഇവർ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ വന്നപ്പോൾ ഈ വീട്ടുകാർ കാണുന്നു ഒരു കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഇല്ല, പന്തലോ ആ തരത്തിലുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെ? അപ്പോൾ ഇവിടെ നമുക്ക് മാല ഇടൽ മാത്രമാണ്. ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിലൊരു മാലയൊക്കെ ചാർത്തി അതിന് മുമ്പിൽ വെച്ചിടുന്ന നമുക്ക് എല്ലാം നടത്തരുത്, ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ അവർ കാരണം ശരി, എവിടുന്ന് ഒരു വിളക്ക് കൊണ്ടുവന്നു, ഒരു ശ്രീനാരായണ വെച്ച് ചെയ്യാൻ തയ്യാറാകുമ്പോൾ പാർട്ടി സെക്രട്ടറി വന്നു, ഇതെന്താ ഇത് പാർട്ടി ഗ്രാമമാണ്, ഇതൊന്നും ഇവിടെ നടക്കില്ല. അവരൊക്കെ ഫോട്ടും വിളക്കൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് 2 ചുവന്ന മാല അവർ 2 വെച്ച് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞു ഇനി സദ്യ നടത്താം. അപ്പോൾ അവർക്ക് വലിയൊരു അപമാനമായിപ്പോയി. ആ വീട്ടുകാർ ചോദിച്ചു, ശരി കല്യാണം കഴിഞ്ഞെന്നാണ് പറയുന്നത്, നീ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണെന്ന പെൺകുട്ടി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പോവുക. അല്ല, ആ ഊണൊക്കെ നിങ്ങൾ കഴിച്ചാൽ മതി, പാർട്ടി ഗ്രാമമല്ലേ, ഞങ്ങൾ പോകുന്നവർ കഴിച്ചോളാം. ഇതാണ് അന്നത്തെ പാർട്ടി ഗ്രാമത്തിലെ സ്ഥിതി. നമ്മുടെ അവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ടൈലർ ദിവാകരൻ എന്നുള്ള സ്വയംസേവകനുണ്ട്. ആ സ്വയംസേവൻ ടൈലറാണ്, ഒരു തുണിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില മാർക്സിസ്റ്റ് ആൾക്കാർ അവിടെ വന്നു. അവർ വന്നിട്ട് ഇയാളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ നാട്ടുകാരല്ലേ, ഞാൻ നിങ്ങളെ ചായക്ക് ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചു. അവിടെ അങ്ങനെയുണ്ട്. ചായ വരുത്തി, ചായ കുടിച്ചു. പിന്നെ ഇവർ അവിടുന്ന് കത്രിക എടുത്തെടുത്ത് എൻ്റെ പറ്റിൽ കുത്തു. ഈ മാർക്സിസ്റ്റുകാരുടെ ക്രൂരതയുടെ ഒരു സ്വഭാവം. അതേ സമയത്ത് എൻ്റെ വേറെ ചില നമ്മുടെ ഡയൻ മുക്കുന്നൊരു സ്ഥലത്ത് മാർക്സിസ്റ്റുകാർ, ഈ രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു മാർക്സിസ്റ്റ് ലീഡറായിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്വയംസേവകരുടെ വീട് വന്ന് ആക്രമിക്കുകയാണ്, ബോംബും കാര്യങ്ങൾ കണ്ടിട്ട്. അവർ രക്ഷയില്ലാതെ അവിടുന്ന് കിട്ടുന്ന മോഡും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയുന്നു. ഭാഗ്യത്തിന് അവർക്കൊന്നും പറ്റിയില്ല. ഈ സമയത്ത് സോമരാജൻ എന്നുള്ളൊരു പോലീസ് ഓഫീസറുണ്ട്.
അദ്ദേഹം വന്നിട്ട് ഇതറിഞ്ഞിട്ട് ഒന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അയാൾ വലിയതൊരു എൻ്റെ നെഞ്ചത്ത് വെടിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചൊക്കെ വിരിച്ച് കാണിക്കണം. ഇതേ കൊണ്ട് തന്നെ തോക്കെടുത്തു. മര്യാദയ്ക്ക് കയറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ ശരിയാക്കും. പിന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് പോലീസോട് അദ്ദേഹം പറഞ്ഞു, ഇവനെ പെട്ടെന്നൊന്നും സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ടാവില്ല, നേതാക്കന്മാർ വരും, ഒന്ന് നാടൊക്കെ ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുപോയാൽ നേരെ കോടതി കൊണ്ടുപോയാൽ. എന്നിട്ട് അങ്ങനെ അവരിങ്ങനെ നിർദ്ദേശം എന്താണെന്ന് ആർക്കറിയാമല്ലോ. ഞാൻ പിറ്റേ ദിവസം സോമനാഥ് സാറിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ അധികാലം ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ DYSP അദ്ദേഹം. പിന്നീട് അദ്ദേഹം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞതെന്നറിയോ, ഈ മത്തി പോലെ കേരളത്തിൽ എവിടെ എന്നെ ട്രാൻസ്ഫർ ചെയ്താലെന്താ, എൻ്റെ പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എവിടെ നിന്ന് ഞാൻ ഇവിടെ ഇത് ഞാൻ സമ്മതിക്കില്ല, അഹങ്കാരം എന്നായിരുന്നു. അതേ സമയത്ത് വേറൊരു ഓഫീസറുണ്ടായിരുന്നു, കുമാരസ്വാമി. അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആ സമയത്ത് എഴുതിയെടുത്ത്, രാവിലെ ഞാൻ ടിഫിൻ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏരിയയിൽ നിന്ന് എത്ര ആർസരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം അറിയിക്കണം. ഇത് നമ്മൾ ആ സമയത്ത് പത്രത്തിലൊക്കെ കൊടുത്തിരുന്നു ഇയാൾക്ക്. വെച്ച് ഈ രീതിയിൽ പോലീസ് ഓഫീസർമാരുടെ വ്യത്യസ്ത പ്രകൃതവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ആലപ്പുഴ പ്രചാരക്കാരിക്കുമ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു വീടിൻ്റെ നേരെ ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ഗുണ്ടാസ് അവരാക്രമിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ സ്വയം സേവകർ തയ്യാറായി, അടിച്ചു, ഓടി. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പോലീസ് വന്നപ്പോൾ ആയുധങ്ങളായിട്ട് വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അക്രമം നടത്തിയ നിലയ്ക്ക് നമ്മളെല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഞാനടക്കം ജയിലിൽ പോയി. കുറച്ച് കാലം 107 ഞാൻ കയറി നടക്കരുത് വന്നു. സ്വയം സേവർ ഒരുമിച്ച് കൂട്ടി ഇതിനെ നേരിട്ടാണ്. പക്ഷേ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പിന്നീട് അവിടുത്തെ IG ഒക്കെ കണ്ടിട്ട്, പിന്നെ DGP അദ്ദേഹത്തെ കണ്ടിട്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ മാറി. പക്ഷേ 107 കേസിൽ പെട്ടിരുന്നു. രണ്ടാമത് ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലാ പ്രചാര ക്യാമ്പിന് ചെങ്ങന്നൂരിൽ നമ്മുടെ പെരിശ്ശേരി എന്ന സ്ഥലമുണ്ട്. ആ പെരിശ്ശേരിയിൽ നിന്ന് കിഴക്കേ നടയിലേക്കാണ് ഞാനും നടേശൻ എന്നുള്ള 2 സ്വയംസേവനായിട്ട് വരികയാണ്. ആ സമയത്ത് അവിടെ ഒരു പാലമുണ്ട്, കടന്തോട്ട് പാലം. ആ പാലത്തിനടുത്ത് ക്രിസ്ത്യൻ ഏരിയയാണ്, തെരുവാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ ഈ ക്രിസ്മസ് ട്രീയൊക്കെ വെച്ചിട്ട് കുടിച്ച് റോഡിൽ നിൽക്കുകയാണ്. അയാൾ സൈക്കിൾ ഉരുട്ടി വരും, ഞങ്ങളായിട്ട് നടന്നു വരികയാണ്. നമ്മളെ തടഞ്ഞു, പ്രത്യേകിച്ച് നടരാശൻ്റെ കാര്യം പിടിക്കാൻ. ഞാൻ പറഞ്ഞു, മനുഷ്യരാണ് റോട്ടിൽ കൂടെ പോട്ടെ, നിങ്ങൾ ഇതിനാണ് തടസ്സപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതേപോലെ അടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നിവൃത്തിയില്ല, പിന്നെ അവരെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. പിന്നെ കുടിച്ച ആൾക്കാരാണ്, ഓരോ ഇടി കൊടുത്താൽ തന്നെ അവർ താഴെ വീഴും. ഒരു 3-4-5 മിനിറ്റ് നേരത്തേക്ക് ഇടിയായി. റോഡിൽ അവർ നിറയെ ആൾക്കാരുണ്ട്. ഭാഗ്യത്തിനൊരു ലോറി വന്നു. ലോറിയുടെ ഡ്രൈവർ, സാറേ അവർ വളരെ കൂടുതലുണ്ട്, ഏതായാലും ചെയ്തൊക്കെ നന്നായി, സാറ് കയറിക്കൊള്ളുന്നു. അങ്ങനെ 2-3 സ്ഥലത്ത് നേരിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശ്വരാനോട് അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു.